തുറവൂരിലെ പരിസ്ഥിതി സംരക്ഷണ സമിതിയിലെ ഭാരവാഹികളെ, ഇവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ചാണ്ടിച്ചേട്ടൻ, എന്നെ സേവിക്കുന്ന തുറവൂരിലെ ജനങ്ങൾ, ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി പറയുന്നു. നിങ്ങളെന്നെ ക്ഷണിക്കാനുണ്ടായ കാരണം ബി4 കൊച്ചി ചാന്തുചേട്ടനടക്കമുള്ള കളി കർഷകരെയും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളുടെയും ഇടപെടലുകളുടെയും ഭാഗമായിട്ടാണ്. അത് കാരണമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പെട്ടതെന്നുള്ള ബോധ്യം. നമുക്ക് അറിയാവുന്ന പോലെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ തീരദേശത്തെ വലിയൊരു പാരിസ്ഥിതിക മനുഷ്യാവകാശ പ്രശ്നമാണ് പാടശേഖരങ്ങളിൽ കർഷകരും മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ പടവുകാരന്റെ നിവാസികളും നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിന് ഞങ്ങൾ ഇടപെട്ട മറവക്കാട് വിഷയത്തിൽ പോലും ഒരു പരിപൂർണ ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. മറിച്ച് നിലവിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യപ്പെട്ടത് പോലീസിന്റെ അതിക്രമമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് പൊക്കാളി സംരക്ഷിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങൾക്കെതിരെ പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അതിനെതിരെ പോരാടി അത് നിർത്തലാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ആദ്യ പടി മാത്രമേ ഞങ്ങൾക്ക് മറവക്കാടിൽ ചെല്ലാൻ നടപ്പിലാക്കാൻ സാധിച്ചു. അതിനപ്പുറത്തേക്ക് ഇനിയും ആ പോരാട്ടം ശക്തിപ്പെടേണ്ടതുണ്ട്. അത് മറവക്കാടിന്റെ മാത്രമല്ല, മറവക്കാട് ഇത്രയും വലിയ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി വരാനുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന ചാന്തുചേട്ടന്റെ ശക്തമായ നിലപാട് കൃഷിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ചാന്തുചേട്ട നിയമ പോരാട്ടങ്ങൾ അവിടുത്തെ കർഷക തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വലിയ ശക്തി പകരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മറവക്കാട് ഈ സമരം ശക്തി പ്രാപിക്കുന്നതോടുകൂടി ഇത് ഈ കേരളത്തിലെ ഈ 3 ജില്ലകളിലെ പൊക്കാളി പാടശേഖരങ്ങളെ വെറും ഒരു ഫാക്ടറികളായി കണക്കാക്കിക്കൊണ്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യജീവനുകൾക്ക് യാതൊരു വിലയും ഇല്ലാതെ വില കൽപ്പിക്കാതെ അതിനെ വെറും ഫാക്ടറിയെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന കമ്പനി താല്പര്യങ്ങൾ, ചില പ്രത്യേക എക്സ്പോർട്ട് കമ്പനി താല്പര്യങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമാവുകയും അവരുടെ ഭാവിയിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞ 5 താലൂക്കുകളിൽ 3 ജില്ലകളിലുള്ള പ്രദേശത്തെ മുഴുവൻ 12 മാസവും മത്സ്യ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നതിനുള്ള അവരുടെ ശ്രമത്തിനൊരു തടസ്സമായി മാറുന്ന സാഹചര്യത്തിലാണ് അതൊരു വലിയ പോരാട്ടമായി മാറുന്നത്. അടിച്ചൊതുക്കാനുണ്ട്, പോലീസിനെ ഉപയോഗിച്ച് അടിച്ചൊതുക്കാനായിട്ടാണ് മറവക്കാട് ശ്രമം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഈ അടിസ്ഥാനപരമായി ഞങ്ങൾ അവിടെ ശ്രദ്ധിച്ചത് ചില മനുഷ്യരുടെ അമിതമായ ലാഭക്കൊതി മാത്രമാണ്. ഒരു സസ്റ്റൈനബിൾ അല്ലാത്ത, നമ്മൾ കച്ചവടത്തിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിയാലും കൃഷിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിയാലും മത്സ്യകൃഷിയുടെ പെർസ്പെക്റ്റീവ് നോക്കിയാലും സസ്റ്റൈനബിൾ അല്ലാത്തൊരു മോഡലാണ് ഈ പറഞ്ഞ എക്സ്പോർട്ട് കമ്പനികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക ശക്തികളും എല്ലാം ഭരണകൂടമൊക്കെ പ്രൊപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു സസ്റ്റൈനബിൾ അല്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. ഞങ്ങൾ മത്സ്യകൃഷിക്കെതിരല്ല. ഒരു നെല്ലും ഒരു മീനും എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പോ ഒരു നെല്ലും ഒരു മീനും പദ്ധതി ആ ഒരു നിലപാട് നടപ്പിലാക്കുമ്പോൾ ആ ഒരു പരിസ്ഥിതിയുടെ സംരക്ഷണം സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഈ സസ്റ്റൈനബിൾ അല്ലാത്ത മോഡൽസ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിലുള്ള യുക്തിയില്ലായ്മ വളരെ പ്രകടമാണ്. ആ യുക്തിയില്ലായ്മയാണ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. നമ്മുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാനിത് ഇന്ന് പറയുന്നത് ഈ പരിസ്ഥിതി ദിനത്തിലാണ് പരിസ്ഥിതി പ്രവർത്തകരല്ലാത്ത ആളുകൾ കൂടുതൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം ഉള്ള കാര്യങ്ങളൊക്കെ പരിസ്ഥിതി പ്രവർത്തകരുടെ കാര്യങ്ങളാണ് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അടിസ്ഥാനപരമായി നമ്മൾ നടത്തേണ്ട ഇടപെടലാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത്.
ഇതില് ഇപ്പോ ഇന്ന് സംസാരിക്കുമ്പോ ഇത് എന്നെ ശ്രമിക്കുന്നവരെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും താല്പര്യപ്പെടുന്ന ഒരു കാര്യം ഇവിടെ ഗവേഷണ വിദ്യാർത്ഥി സംസാരിച്ചത് ഈ യൂറോപ്യൻ യൂണിയൻ ഈ വർഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. നമുക്ക് വിചിത്രമെന്ന് തോന്നാം. നമുക്കറിയാം കമ്പനികൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണെങ്കിലും ആനുവൽ റിപ്പോർട്ട് ഫയലിൽ സാമ്പത്തികമായിട്ടുള്ള അവരുടെ വിറ്റുവരവും ലാഭവും നഷ്ടക്കണക്കുകളാണ് ആനുവൽ റിപ്പോർട്ടിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആണ് ഫയൽ ചെയ്തത്. അതിൽ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഉണ്ടാവും, ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവും, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ടാവും. യൂറോപ്പ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് 2026 മുതൽ 70,000-ഓളം കമ്പനികൾ അവിടുത്തെ മീഡിയം ലെവൽ തുടങ്ങി ഹൈ ലെവൽ ലാർജ് സ്കെയിൽ വെരി ലാർജ് ടേൺ ഓവേഴ്സ് ഉള്ള കമ്പനികളടക്കം സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് അവിടെ മാൻഡേറ്റ് യൂറോപ്യൻ യൂണിയൻ നടക്കുന്ന മാറ്റം. അതിൽ 2 കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ വരുന്നത്. അവരാണ് പറയുന്നത് ഡ്യുവൽ മെറ്റീരിയാലിറ്റി അനാലിസിസ് ആണ് പറയുന്നത്. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ, ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ കമ്പനിയുടെ മൂലം അവിടുത്തെ ചുറ്റുവട്ടത്തെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന എഫക്ട് എന്താണെന്നുള്ളതാണ്, ഗുണവും കോട്ടങ്ങളും എന്താണെന്ന്. 1. 2, പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ വരുമാനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള തിരിച്ചുണ്ടാകുന്ന എഫക്ട്. അങ്ങനെ ഈ ഡ്യുവൽ മെറ്റീരിയാലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോ ആനുവൽ റിപ്പോർട്ടിങ്ങിനെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യമായിട്ട് യൂറോപ്യൻ കമ്പനികൾ പാലിക്കേണ്ട ചട്ടമായിട്ട് യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ ഇന്ത്യയിൽ മൊത്തം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം വലിയ വീഴ്ച വരുത്തുന്നുണ്ട്. അത് തിരുത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ സാമൂഹികമായിട്ടുള്ളതാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ളതാണെങ്കിലും നമ്മളുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് വളരെ കൃത്യമായ ഉചിതമായ നിർവചനങ്ങൾ നൽകേണ്ട ഒരു ആവശ്യകത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ പ്രായോഗികമായിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള മാറ്റങ്ങൾ വരുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ കുറെ കൃത്യമായി ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറെ കൂടി കൃത്യമായി ഈ വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നതിന് പദപ്രയോഗങ്ങൾക്ക് കൃത്യമായ നിർവചനം നൽകാനും പ്രത്യയശാസ്ത്രപരമായ വ്യക്തത കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ആ ആവശ്യകത നിലനിർത്തിക്കൊണ്ട് V4 എന്ന സാമൂഹിക രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ചട്ടത്തിൽ തിരിഞ്ഞു വന്ന ഒരു ആശയം, മലയാളത്തിൽ മാനവികത എന്ന് പറയുന്ന ഹ്യൂമനിസം എന്ന പ്രത്യയശാസ്ത്രത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി നമ്മുടെ നാട്ടിൽ നിർവചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട്. ഹ്യൂമനിസത്തിൽ ഞങ്ങൾ 4 തത്വങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 1, വ്യക്തിഗത സ്വാതന്ത്ര്യം. 2, വ്യക്തിഗത ഉന്നമനം. 3, ശാസ്ത്രബോധം. 4, പാരിസ്ഥിതിക സ്ഥിരത, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഈ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ശാസ്ത്രബോധത്തിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പോയിന്റ് ആണ്. അതിന് അധികം വലിയ ഗവേഷണം കാര്യമില്ല, വളരെ സിമ്പിൾ പോയിന്റ് ആണ്. ഇന്ന് മനുഷ്യൻ ചെന്നെത്താത്ത സ്ഥലങ്ങൾ ഭൂമിയിലില്ല. ഒരു 100 വർഷം മുമ്പ് നമ്മൾക്ക് അന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ കാടായ കാട്, കായലായ കായല്, പരിസ്ഥിതിയിലും പ്രകൃതിയിലും നമ്മൾ കാണുന്ന റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അത് എത്ര എടുക്കാനും ഇനിയും ധാരാളം ഉണ്ട് എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ നമ്മുടെ മനുഷ്യന്റെ പോപ്പുലേഷനും മനുഷ്യന്റെ കഴിവും നമുക്ക് മണ്ണും വെള്ളവും വായുവും ഒക്കെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നമ്മുടെ കഴിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഈ ഭൂമിയിലുള്ളൂ. അപ്പൊ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ്, അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ ആ പണം എത്ര നമ്മളെ ബഡ്ജറ്റ് ചെയ്തു, ആ ബഡ്ജറ്റിനനുസരിച്ച് ഒരു സാമ്പത്തിക അച്ചടക്കം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നത് പോലെ നമ്മുടെ ഭൂമിയിലുള്ള വിഭവങ്ങൾ ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ ഒരു അച്ചടക്കം നമുക്ക് വേണം. ഇല്ലെങ്കിൽ വരും തലമുറയിലേക്ക് നമുക്ക് സാധിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെല്ലാനത്തെ മറക്കാട് പാടശേഖരത്തിൽ കാണുന്നത്. അവിടെ പച്ചക്കറി കൃഷി നടത്തണമെങ്കിൽ, അവിടെ നെൽകൃഷി നടത്തണമെങ്കിൽ, അവിടെ മത്സ്യകൃഷി നടത്തണമെങ്കിൽ അത് അവിടുത്തെ മണ്ണിന്റെ സ്വഭാവവും അവിടെ വെള്ളത്തിന്റെ സ്വഭാവവും നഷ്ടപ്പെട്ടു പോവാതെ മുന്നോട്ട് കൊണ്ടുപോകണം.
അല്ലാതെ ഈ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷത്തിന്റെ ലാഭക്കുതിയുടെ അടിസ്ഥാനത്തിലല്ല അത് ഉപയോഗിക്കേണ്ടത്. വളരെ രസകരമായ ഒരു കാര്യം കഴിഞ്ഞ 2 വർഷം ഉണ്ടായത് ഈ ഇക്വഡോറിൽ വ്യാപകമായിട്ട് ചെമ്മീൻ കൃഷി പറയാം. ഇക്വഡോറിൽ വ്യാപകമായിട്ട് ചെമ്മീൻ കൃഷി തുടങ്ങിയപ്പോ ചെമ്മീന്റെ ഈ കാരച്ചെമ്മീന്റെ വിലയാണ് ഉണ്ട്. ഈ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ആ കൃഷി വ്യാപിക്കുന്നതോടുകൂടി അത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതോടെ അതിന്റെ വില പറയും. അപ്പൊ അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ഈ ചെമ്മീൻ ഇവിടുന്ന് വേണ്ടാന്നായി. അപ്പൊ എന്ത് പറ്റുന്നത്, ചെമ്മീൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം സജ്ജീകരിക്കുന്ന ഭൂമി വേറൊന്നും ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ കച്ചവടം നടത്തുന്നവരുടെ ഒരു വിട്ടിത്തരം എന്ന് ആലോചിച്ചു. പൊക്കാളി നെൽകൃഷി അത് ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്താൽ ഇന്നത്തെ ചെമ്മീന്റെ വില പൊക്കാളി ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള കൃഷിയല്ലേ പൊക്കാളി. അപ്പൊ ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ നടത്തി ശാസ്ത്രബോധത്തിലൂടെ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ട് സസ്റ്റൈനബിലിറ്റിയുടെ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതില് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് എന്റെ വ്യക്തിപരമായൊരു ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കും. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നതിന്റെ കുറച്ച് ദൂരെ എടച്ചറ തോട് എന്ന് പറയും. ആ തോടിനോട് ചേർന്ന് നമ്മുടെ ബ്രഹ്മപുരത്തൊക്കെ കണ്ട പോലെ തോടിനോട് ചേർന്ന് ഒരു തണ്ണീർത്തടം നികത്തുന്നു. അവിടെ മാലിന്യങ്ങൾ കൊണ്ടിടുന്നു. അപ്പൊ അത് തോടിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ തീർച്ചയായിട്ടും വെള്ളത്തിലൂടെ അതൊക്കെ ഒഴുകി പോരുമല്ലോ. അപ്പൊ ഞാൻ വില്ലേജ് ഓഫീസറെ അറിയിച്ചു. അവിടെ ഞാൻ നോക്കിയപ്പോൾ അവിടെ JCB ഒക്കെ വന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് JCB ഒക്കെ വില്ലേജ് ഓഫീസർ നല്ല റിപ്പോർട്ടൊക്കെ കളക്ടറേറ്റിലേക്ക് സമർപ്പിച്ചു. വില്ലേജ് ഓഫീസറിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റി. അത് സാധാരണ ഉണ്ടായ സ്ഥലം മാറ്റമാണോ അഹിതകാരമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. അപ്പോ ഈ JCBയുടെ ഉടമസ്ഥൻ എന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് വിളിച്ചു. അദ്ദേഹം വിളിച്ചത് ഇനിയിപ്പോ അദ്ദേഹത്തോട് എനിക്ക് വല്ല വ്യക്തിരോഗം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ JCB പിടിപ്പിച്ചത് എന്നറിയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഈ JCB ആരെയാണ്, ഈ സ്ഥലം ആരെയാണ് പോലും എനിക്കറിയില്ല. ഞാനവിടെ കണ്ട ഒരു നിയമവിരുദ്ധ പ്രവർത്തനം, പാരിസ്ഥിതിക വിരുദ്ധ പ്രവർത്തനം ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. അവർ നടപടി എടുത്തു. വിധേയനോട് പറഞ്ഞ ആ ഉടമസ്ഥന് വളരെ ലാഭമായിട്ട് 90 വയസ്സുള്ള ഒരാളാണ്. അയാളുടെ മകൻ ഇപ്പൊ അമേരിക്കയിലാണ്. അപ്പൊ സംസാരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായത് ആ ഭൂമി ആ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു വിൽപ്പന ചരക്കാണ്. ആ ഭൂമിയുടെ ഉടമസ്ഥൻ അതിന്റെ അവകാശികളാണ്. അവർക്ക് ഇവിടെ എന്ത് വന്നാലും അവര് ബാധിക്കുന്നില്ല. അമേരിക്കയില് അവർ താമസിക്കുന്ന തരത്തിൽ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്ന നടപടികളൊക്കെ അവിടുത്തെ സർക്കാരും അവിടുത്തെ സാമൂഹിക പ്രശ്നമാണ് നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി സംരക്ഷിക്കാനുള്ളത് നമുക്ക് തിരിച്ചറിയാം. അപ്പോ ഈ JCB-കാരനാവുന്ന അവിടെ താമസിക്കുന്നത് അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാശ് അയാൾ ഈ തെറ്റിന് കൂട്ടു നിൽക്കാണ്. അയാളുടെ മക്കളാണ് അനുഭവിക്കും. അയാളുടെ മക്കളാണ് അനുഭവിക്കുന്നത്. നമ്മുടെ വെള്ളം വായുവിൽ നടക്കുന്ന മലിനീകരണം നമ്മുടെ ശരീരത്തിലെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പൊതുജനങ്ങൾക്ക് ധാരണയില്ല. നമുക്ക് പലർക്കും ധാരണയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഈ വായു ജലമൊക്കെ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഒരു വെയിലിനകത്ത് കെട്ടി നിർത്താൻ പറ്റുന്നതല്ല വായു ജലമൊക്കെ. ഒരു വെയിലിനകത്ത് കെട്ടി നിർത്തി ആ വായു ജലം എന്തും കാണിക്കാമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ വിഡ്ഢിത്തരമില്ല. അപ്പൊ ഇത്തരം വിഡ്ഢിത്തരങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഫേർട്സിന് വേണ്ടി മനുഷ്യൻ നടത്തേണ്ട ഇടപെടലുകളുണ്ട്. മനുഷ്യൻ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇടപെടൽ നടത്തേണ്ടതുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി. കാരണം ചെലവിലുണ്ടാകുന്ന ഒരു നല്ലൊരു ഉദാഹരണമാണ്. എറണാകുളം പട്ടണത്തിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണമെങ്കിൽ ആ ചെലവല്ലൂർ കായലിന്റെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി നിലനിർത്തുക എന്നുള്ള അവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളത്, അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഇടപെടൽ മനുഷ്യൻ നടത്തണം. സ്വാഭാവികമായിട്ട് കയ്യേറി ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുന്ന കാര്യം മനുഷ്യൻ നടത്തണം. എന്നാലാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഈ കാലഘട്ടത്തിൽ വെള്ളം സംഭരിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി നിലനിർത്തിക്കൊണ്ട് ആ സിറ്റിയിൽ, ആ നഗരത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവിടെ വസിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം നിലനിർത്താൻ സാധിക്കുള്ളൂ. ഈ തത്വങ്ങളൊക്കെ കാര്യമായി നഗരവൽക്കരണം നടത്തുന്ന കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിസ്ഥിതിയിലെ വിഭവങ്ങളൊന്നും കാലാകാലത്തേക്ക് നിലനിൽക്കുന്നതല്ല എന്നുള്ള അത് അളന്നുപയോഗിക്കേണ്ട സാധനമാണ്. കടലിൽ കളഞ്ഞങ്ങനെ അളന്നു കളയണം
എന്ന് പറയുന്നവർ ഇത് അളന്നുപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്ന ബോധ്യത്തിൽ മുന്നേറിയാൽ മാത്രമേ അടുത്ത തലമുറകൾക്ക് വേണ്ടി ഈ നാട് സൗകര്യങ്ങളൊക്കെ നമുക്ക് നിലനിർത്താനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കും എന്ന തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന്